ഞാൻ 100% ആത്മവിശ്വാസത്തോടെ ഞാൻ ഇവിടെ വന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് പ്രോപ്പറായിട്ട് നിസ്കരിക്കണം എന്നുള്ളതായിരുന്നു. അധ്യാപന ജീവിതം എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഗതിയാണ്. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്വയം പുതിയ പോലൊരു അവസ്ഥയിലേക്കായി പോയി. ആദ്യമേ ഞാൻ ചോദിച്ചിരുന്നു ഇവിടെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ എന്ന്. അതായിരുന്നു എന്റെ മക്കൾക്കുള്ള ഒരു ടെൻഷൻ. ഞാൻ തീർത്തും മനസ്സിലാക്കി അങ്ങനെ മരുന്നുകളുടെ ആവശ്യം വരില്ല. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ, ഫുഡ് ഹാബിറ്റ്സും വ്യത്യാസങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കി. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ശാരീരികമായിട്ട് വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ പിന്നില് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ചില കോസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. എനിക്ക് വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് നോളജ് കിട്ടി. അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ. മെമ്മറി വരെ ഷാർപ്പായി എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കിങ്ങനെ നമ്മൾ എന്താണ് കണക്ട് ചെയ്ത് തിങ്ക് ചെയ്യാന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് സാധിക്കുന്നത്. ഫാസ്റ്റിംഗിലാകുമ്പോൾ ആക്ച്വലി വി ആർ നോട്ട് ഫുഡ് എടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ആക്ച്വലി അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ATPs കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ATP മുഴുവനും നമുക്ക് എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അവിടെയൊക്കെ റെക്ടിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും റിജുവിനേറ്റ് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ഈ ഓട്ടോപേജ് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഫാസ്റ്റിങ്ങിലൂടെ എല്ലാവരും അവരവരുടെ ഈ ബോഡി ഏക്സ് ഒക്കെ മാറി, ഒബിസിറ്റി മാറി, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ മാറി, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പുതിയ ആളായിട്ട് ഇവിടുന്ന് പോകാം. വെരി ഗുഡ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ ശരീരത്തിന്റെ തൂക്കം മാത്രമല്ല എന്റെ മനസ്സിന്റെ തൂക്കം കൂടിയായിരുന്നു എനിക്ക് ഞാൻ ഈ പോയിക്കൊണ്ടിരുന്നത്. ടീച്ചർക്ക് കഴുത്ത് വേദന ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, കയ്യിലേക്കുള്ള വേദന ഉണ്ടായിരുന്നു, തലകറങ്ങും, വയലോട്ട് ഒരുപാട് മുമ്പിട്ട തലകറങ്ങും. ടീച്ചർ മൈഗ്രെയിൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു, അത് മറന്നോ? മൈഗ്രെയിൻ്റെ ഒരു കഥ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ ഒക്കെ അതൊന്നുമില്ല എനിക്കിപ്പം. നിസ്കരിക്കാനായിട്ട് ഇപ്പൊ എന്നിട്ട് നിലത്തിരിക്കുവോ? സുഖമായിട്ട് നിലത്തിരിക്കുന്നുണ്ട്. സുജൂദ് ചെയ്യാന്ന് പറയുന്നത് അതിലേക്ക് എനിക്ക് കാമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ബാക്കി സൃഷ്ടാക്കളോട് നമ്മൾ അനീതി കാണിച്ചുകൊണ്ട് ദൈവത്തോട് മാത്രം ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാര്യം. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം സുഹറ ടീച്ചർ ഉണ്ട്. ടീച്ചർ 3 ആഴ്ചത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ജീവനത്തിൽ നിന്നും ഇന്ന് മടങ്ങുകയാണ്. ടീച്ചർ ദീർഘകാലത്തെ അധ്യാപനമൊക്കെ കഴിഞ്ഞ് റിട്ടയർ ഒക്കെ ആയി ഒരു സ്വസ്ഥ ജീവിതം, സമാധാനമുള്ള റിലാക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ ആരോഗ്യ വിഷയങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ടീച്ചർ ജീവനത്തെ ഏതൊക്കെയോ വഴിയിലൂടെ അറിയുന്നു, ഇവിടെ എത്തുന്നു. എന്തായാലും പുതിയതായിട്ട് പഠിക്കുന്ന വിഷയങ്ങൾ അതൊരു ശരിയുടെ വഴിയാണ്, അല്ലെങ്കിൽ ഇത് ശരിയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു മടിയില്ലാത്ത ഒരാളായിട്ടാണ് ടീച്ചറിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചർക്ക് പ്രകൃതി ചികിത്സയെ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ഗുണഭോക്താവാനും സാധിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ടീച്ചറുടെ വാക്കുകളിലൂടെ തന്നെ പ്രകൃതി ചികിത്സയെ അറിയട്ടെ. ടീച്ചർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തും. ഞാൻ സുഹറ, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. 70 വയസ്സ് തികയാൻ പോകുന്നു. ടീച്ചർ പഠിപ്പിച്ചിരുന്നത് ഏത്? ഞാൻ ബോട്ടണിയാണ് പഠിപ്പിച്ചിരുന്നത്. അവിടുത്തെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഗതിയാണ്. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്വയം പുതിയ പോലൊരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ കുറച്ചൊരു സ്റ്റാഗ്നന്റ് ആയിപ്പോയി എല്ലാ കാര്യത്തിലും. ലൈഫിൽ എന്ന് മാത്രമല്ല മാനസികമായിട്ടൊക്കെ അങ്ങനെ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ചെറിയ ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. വന്ന് ചുരുക്കം പറഞ്ഞാല് ശരിക്കും എനിക്ക് നിസ്കരിക്കാനുള്ള ആ ഒരു ഇതും കൂടെ പോണ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇപ്പോഴും കസേരയിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു, കാൽമുട്ട് വേദന, വെയിറ്റ് വിചാരിക്കാതെ തന്നെ കഴിച്ചില്ലെങ്കിലും കൂടുന്ന ഒരു അവസ്ഥ, വെരിക്കോസ് വെയിന്റെ പ്രശ്നം, അങ്ങനെ ഓരോന്നോരോ അതെ എല്ലാം കൂടി ഒക്കെ വന്നപ്പോൾ തരിപ്പ്, കാല് തരിപ്പ്, ഇതെല്ലാം കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ടാണ് വന്നതെങ്കിലും ഞാൻ പിന്നെ ഒരു മാസം എടുത്ത ഡയറക്ഷൻ അനുസരിച്ചിട്ടൊക്കെ തന്നെ ഫുഡൊക്കെ ഫോളോ ചെയ്തു. കാരണം ഞാൻ എന്നെ തന്നെ ഒന്ന് ടൈം ചെയ്തു. കാരണം ഇവിടെ വന്നിട്ട് ഇത് എനിക്ക് ചിലപ്പോ ശരിയായില്ലെങ്കിലോ എന്നുള്ളതിൽ ഞാൻ സ്വയം എന്നെ തന്നെ ഒന്ന് ടൈം ചെയ്തു. ഓൺലൈൻ ട്രീറ്റ്മെന്റ് ഓൺലൈനായിട്ടുള്ള യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിന് തന്നെ കാപ്പി ആണ് കുടിച്ചിരുന്നുള്ളൂ. അത് കാപ്പി പുള്ളി ഒഴിവാക്കി, തലാണ് വെക്കാത്തതാക്കി, ഓരോന്നും അതൊക്കെ മാറ്റി. കഴുത്തുവേദനയും പിന്നെ കൈകളിലേക്ക് തരിപ്പും അതെല്ലാം ഞാൻ ഒഴിവാക്കിയപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും എനിക്ക് തോന്നി. അങ്ങനെയാണ് വന്നത്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇവിടെ വെറുതെ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യമേ ഞാൻ ചോദിച്ചിരുന്നു ഇവിടെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ എന്ന്. അതായിരുന്നു എന്റെ മക്കൾക്കുള്ള ഒരു ടെൻഷൻ. ഞാൻ തീർത്തും മനസ്സിലാക്കി അങ്ങനെ മരുന്നുകളുടെ ആവശ്യം വരില്ല. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ, ഫുഡ് ഹാബിറ്റ്സും വ്യത്യാസങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഇവിടെ ഞാൻ
100% ആത്മവിശ്വാസത്തോടെ ഞാനിവിടെ വന്നത്. പിന്നെ ശരിക്കും നമ്മൾ വരും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളോട് എസ്പെഷ്യലി ഞങ്ങളോട് പറയും ഒരു നെയ്യത്ത് വേണം, അതായത് ഒരു ഇന്റൻഷൻ വേണം, എന്നാലാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ഇന്റൻഷനോട് കൂടിയിട്ടാണ് വന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് പ്രോപ്പർ ആയിട്ട് നിസ്കരിക്കണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. മുട്ടിന് വേദന അതെ, മുട്ടിന് വേദന ഇല്ലാണ്ട് ശരിക്കും കസേരയിൽ ഇരിക്കാതെ ശരിക്കും ശരിയായ എങ്ങനെയാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ നിസ്കരിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ഇന്റൻഷൻ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഫുഡ് സ്റ്റൈൽ ഫോളോ ചെയ്ത് ഇവിടുത്തെ ആ ഒരു ജീവിത രീതി, ഫുഡ് സ്റ്റൈൽ മാത്രമല്ല നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളൊരു ആ ഇതിലേക്ക് വരുമ്പോൾ തന്നെ പകുതി വേദനകൾ മാറുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുട്ട് ശരിയാവണം. കൂടാതെ എൻ്റെ മുട്ടിനെ എന്നെ തൂക്കാവുന്ന വെയിറ്റ് എനിക്ക് പാടുള്ളൂ, താങ്ങാൻ പറ്റണം. അതെന്തിനാണെങ്കിലും ഇപ്പൊ എന്തിനെങ്കിലും ഒരുപാട് കയറി മരങ്ങളിൽ മാങ്ങ പറിക്കാനല്ല, എന്നാൽ പോലും എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണമെന്ന് ഒരു സ്റ്റെപ്പ് കയറണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുട്ട് തന്നെ തൂക്കണം, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സുകൊണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്ത് വന്നു. കുറച്ച് ഒരു 2 കിലോ കുറഞ്ഞാൽ പോലും ചിലപ്പോ ഞാൻ ഓക്കെ ആകും എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകും. അപ്പൊ എനിക്കിവിടെ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറയുന്ന പോലെ ഒത്തിരി ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഐ ഫുള്ളി ഹാപ്പി സാറ്റിസ്ഫൈഡ്. വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് ടീച്ചർക്ക് ഒരുപാട് ഓവർ വെയിറ്റ് ഉള്ള ഒരാളല്ല, പക്ഷെ അതിങ്ങനെ ഇരുന്നെങ്കിൽ ചിലപ്പോ അത് പോയേനെ. അപ്പൊ അതെനിക്ക് മനസ്സിലായി എന്തായിരിക്കും എന്നുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ശാരീരികമായിട്ട് വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ പിന്നില് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ചില കോസസ് ഉണ്ട്. കാരണം നമ്മളെല്ലാം അപ്പൊ വിട്ടുകൊടുക്കുന്ന ടൈപ്പും അതുപോലെ അത് വിറ്റത്തേക്ക് വെക്കാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ജീവിച്ചാൽ പോലും എത്ര വിട്ടു എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് അത് ഉണ്ടാക്കിയ ട്രോമ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അത് സ്റ്റാഗ്നന്റ് ആയിട്ട് കിടക്കും. പിന്നീട് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോ എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്കിവിടെ വെറും ഭക്ഷണ നിയന്ത്രണവും ഉപവാസം അതൊന്നും അല്ല. ആക്ച്വലി ഇതെന്താണെന്നുള്ളത്, ഈ സയൻസ് എന്താണെന്നുള്ളത് ഡേ ബൈ ഡേ പല സെഷൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ഒരുപാട് നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക്, അതായത് ഏത് ഫീൽഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, ഡിസ്കഷൻസ് വരാറുണ്ട്. എന്തായാലും അതൊക്കെ എനിക്ക് വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് നോളജ് കിട്ടി. അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ. ആ പവർ നമ്മൾ മനസ്സിലാക്കാണ്ടാണ് ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. ആക്ച്വലി ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത് നമ്മള് സെല്ലിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പഠിക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഹീൽ ചെയ്യണം എങ്ങനെയാന്നുള്ളത് എനിക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അത് നടക്കണം, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും രാത്രി നടക്കണ്ടാവും. പക്ഷെ അത് നടക്കാനുള്ള സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ അതിനെ മോട്ടിവേറ്റ് ചെയ്യും, ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അതായത് അത് നമുക്ക് ഫാസ്റ്റിങ്ങിലൂടെ തന്നെ പറ്റുള്ളൂ, അപ്പോഴേ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അതിന്റെ ആക്ടിവിറ്റി ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു പുനർജന്മം പോലെ ഓരോ സെല്ലിനും അല്ലെങ്കിൽ ഓരോ ഓർഗൻസിനും ഒക്കെ ഒരു പുനർജന്മം കിട്ടിയ പോലെ അതായത് നമ്മുടെ ഓരോ സെൻസിനും, അതായത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനാണെങ്കിലും എന്താണ് ഓൾഫാക്ടറി സെൻസിനാണെങ്കിലും ഒക്കെ ഒരു പുനർജന്മം കിട്ടിയ പോലെ ഒരു അവസ്ഥയാണ് ഈ എല്ലാ സെൻസുകളും എല്ലാ ഇന്ദ്രിയങ്ങളും ഷാർപ്പായി, മെമ്മറി വരെ ഷാർപ്പായി എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കിങ്ങനെ നമ്മൾ എന്താണ് കണക്ട് തിങ്ക് ചെയ്യാന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് സാധിക്കാറ്. ഇങ്ങനെ പോവായിരുന്നു. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ആക്ച്വലി അതത്രയും അങ്ങോട്ട് ഫീൽ ചെയ്ത് മനസ്സിലായത്. ഓട്ടോഫേജി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മള് ചെറുത് ക്ലാസ്സിൽ പറയും ഇത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളയാനുള്ള ഒരു ലൈസോസോംസ് ആണ്, അത് ചെയ്യും, അതിൽ നിന്ന് ATP ഉണ്ടാവും, ബാക്കിയുള്ളതിന് യൂസ് ചെയ്യുന്നൊക്കെ. പക്ഷെ ഫാസ്റ്റിങ്ങിലൂടെ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിങ്ങിലാകുമ്പോൾ ആക്ച്വലി വി ആർ നോട്ട് ഫുഡ് എടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ആക്ച്വലി അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ATP കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ATP മുഴുവനും നമുക്ക് എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അവിടെയൊക്കെ റെക്ടിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും റിജുവിനേറ്റ് ചെയ്യാനും എല്ലാത്തിനായിട്ട് ഈ ഓട്ടോഫേജി വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഫാസ്റ്റിങ്ങിലൂടെ എല്ലാവരും അവരവരുടെ ഈ ബോഡി ഏക്സ് ഒക്കെ മാറി, എന്താണ് ഒബിസിറ്റി മാറി, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ മാറി, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പുതിയ ആളായിട്ട് ഇവിടുന്ന് പോകാം. വെരി ഗുഡ്. ശരിക്കും ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് സൂത്രപ്പണിയാണ് ഇവിടെ ചെയ്യുന്നത്? ആ തരുന്ന ജ്യൂസിൽ എന്തെങ്കിലും കലക്കുന്നുണ്ടോ? ഒന്നുമല്ല, ഈ പറയുന്ന ഓട്ടോഫേജി സെൽഫായിട്ട് ഹീൽ ചെയ്യുന്നത്. എന്തൊരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു വല്ലാത്തൊരു അവസ്ഥ. എത്രയും മനസ്സിലാക്കിയത് എനിക്ക് കുറച്ച് ഡീപ്പായിട്ട് എടുക്കാം. വെരി ഗുഡ്. നമ്മുടെ ഉള്ളിലത്തെ ഹീലറിനെ ഒരു മനുഷ്യൻ കണ്ടെത്തുകയാണെങ്കിൽ ആ ഹീലിംഗ് നടക്കുന്നത് ഇങ്ങനെയെന്നുള്ളത് കണ്ടെത്തിയാൽ, അങ്ങനെ ജീവിക്കാൻ ഇടയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് പോകുമല്ലോ.
പിന്നെ ഓരോരുത്തരും പറയും ശാരീരിക പ്രശ്നമായിട്ട് മാത്രമാണ് കാണുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ദ മൈൻഡ്. മൈൻഡ്. ടോട്ടലി കണക്റ്റഡ് വിത്ത് ദ മൈൻഡ്. നമ്മള് ഇല്ല കുഴപ്പമില്ലാന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങൾ വരെ നമുക്കവിടെ ഓരോ ടോക്സിസിറ്റി കോസ് ചെയ്യുന്നുണ്ട്. അതാണ് പലവിധത്തിലുള്ള ഇൻഫ്ലമേഷൻ ആയാലും ഏക്സ് ആയാലും പെയിൻസ് ആയാലും സ്ട്രെയിൻ ആയാലും എന്തായാലും ആയിട്ട് മാറുന്നത് നല്ലോണം മനസ്സിലായി. ഓക്കെ. ഇപ്പൊ ടീച്ചറിന്റെ ബോഡിയിലത്തെ വേദനകൾ മാറുന്നു, വെയിറ്റ് കുറച്ച് കുറയുന്നു, ഇതേപടി മെന്റലി എത്രത്തോളം ലോഡ് ഇല്ലാതെ ഒരുപാടായി. ലോഡഡ് ആയിരുന്നു എന്ന് അറിയുമായിരുന്നു മനസ്സുകൊണ്ട്? ഞാൻ എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്റെ ശരീരത്തിന്റെ തൂക്കം മാത്രമല്ല എന്റെ മനസ്സിന്റെ തൂക്കം കൂടിയായിരുന്നു എനിക്ക് ഞാൻ ഈ പോയിക്കൊണ്ടിരുന്നത്. കല്ലിപ്പോ ഫ്രീ പറ്റി എന്തോ എന്തോ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും ആവശ്യമില്ല, ഞാൻ വെറും ഒരു സാധാ സിമ്പിൾ ആളാണല്ലോ. ടീച്ചർക്ക് കഴുത്ത് വേദന ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, കയ്യിലേക്കുള്ള വേദന ഉണ്ടായിരുന്നു, തലകറങ്ങും വയലോട്ട് ഒരുപാട് മുമ്പിട്ട തലകറങ്ങും. എന്നിട്ട് വരുമ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് ചൊടിയൊക്കെ കളിച്ചിട്ട് നിന്നാ പിന്നെ അന്ന് പോക്കാം. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിനൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അത് മീൻ കുറച്ച് ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്തെങ്കിലും ഒരു ആസ്പെക്ട് ആയിരിക്കും നോക്കണം. പക്ഷെ അവിടെ നിന്ന് നമ്മളെ മൊബൈലിൽ ഡൈവേർട്ട് ചെയ്ത് പോകും. അതൊരു സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. പക്ഷെ എന്നാലും ഉറക്കം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമല്ലോ. രാത്രി കുറെ ലേറ്റ് ആയി പോകും, പിന്നെ രാവിലെ വൈകും. ടീച്ചർ മൈഗ്രെയിൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു, അത് മറന്നോ? മൈഗ്രെയിൻ്റെ ഒരു കഥ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ ഒക്കെ പറഞ്ഞു അതൊന്നും ഇല്ല എനിക്കിപ്പോ. പിന്നെ കുറെ കാലം മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ. നേരത്തെ കിടന്ന് ഉറങ്ങും, അതാണല്ലോ അവിടുത്തെ മരുന്ന്. കിടന്ന് ഉറങ്ങും, 7 മണിക്ക് മരുന്ന് കഴിക്കാം, വേഗം ഉറക്കം വരെ ഉറങ്ങും, സൗണ്ട് സ്ലീപ്പ്. ഓക്കെ. അപ്പൊ ഇപ്പൊ മൈഗ്രെയിൻ്റെ അവസ്ഥകളില്ല. കാൽമുട്ട് നിസ്കരിക്കുന്നതിന്റെ കഥ കേൾക്കട്ടെ. നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കസേലയിൽ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലമൊന്നും അല്ല. പൊതുവെ പള്ളിയിലൊക്കെ പോകുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച പോയാലും എനിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ സുജൂദ് ചെയ്യാണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് ആണ്. കുറച്ച് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ആണോ എന്ന് ചിലപ്പോൾ തോന്നുന്നു. യൂസ് ചെയ്യാഞ്ഞിട്ടാണോ പിന്നെ ഇത് മടങ്ങാത്തേന്ന് വിചാരിക്കും. അങ്ങനെ പോയി. പിന്നെ എന്ത് വന്നാലും നേരെ വെരിക്കോസ് വെയിൻ വേദനയാണെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് എടുത്തിടുക, നീ പെയിൻ ആണെങ്കിൽ മറ്റതെടുത്ത് ഫോൾഡ് ചെയ്യുക, പിന്നെ അതിന് നേരെ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാച്ച് ഒട്ടിക്കുക. അങ്ങനെയൊക്കെയാണ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോയിരുന്നത്. പക്ഷെ അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. എത്ര വർഷം അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടു പോയി? രണ്ടൊന്നുമല്ല, 2 കൂടുതലൊക്കെ വർഷം, മോർ ദാൻ 2 years. കാരണം അവിടെ ചെല്ലുമ്പോൾ മക്കളോട് പറയുമ്പോൾ അവര് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റോക്കിങ്സ് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ നീ ക്യാപ്പ് വാങ്ങിച്ചു തരും, നീയിലേക്ക് വലിച്ചിടാനുള്ള വാങ്ങും, അല്ലെങ്കിൽ പാച്ചസ് വാങ്ങും. എല്ലാം അവസാനം ഇപ്പൊ നീ ജോയിന്റ് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയിക്കും, മൂവ്മെന്റ് ശരിയായിക്കോട്ടെ എന്നുള്ള രീതിയിൽ കുറെ ഗ്ലൂക്കോസമീൻ കഴിക്കാൻ തുടങ്ങി. അതും അവിടെ കഴിച്ചിട്ടും ഞാൻ മരുന്ന് കഴിക്കാൻ മടിയുള്ള ആളായതുകൊണ്ട് 3 നേരം ഇരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 1 നേരം ഒരെണ്ണേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായി. അതൊക്കെ ഈ പറഞ്ഞ ഇവിടുത്തെ ഫുഡിന്റെ ഇതിൽ നമുക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ സ്വയം ഉണ്ടാവാവുന്നേ ഉള്ളൂ. എനിക്കറിയാം ഇതിപ്പോ ഗ്ലൂക്കോസമീൻ കിട്ടുന്ന ഫുഡുകൾ ഇന്നതൊക്കെ ഉണ്ടെന്ന്, പക്ഷെ എളുപ്പം ഇതൊരെണ്ണം കഴിക്കലാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ്. നിസ്കരിക്കാനായിട്ട് ഇപ്പൊ എന്നിട്ട് നിലത്തിരിക്കുവോ? സുഖമായിട്ട് നിലത്തിരിക്കുന്നുണ്ട്. സുജൂദ് ചെയ്യാന്ന് പറയുന്നത് അതിലേക്ക് എനിക്ക് കാമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെ വേദനയായിട്ട് ഇവിടെ വേദനയായിട്ട് ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥ. എഴുന്നേക്കുന്നതാണ് ഏറ്റവും പത്തറ്റിക് കണ്ടീഷൻ. നമുക്ക് 2 കൈ കുത്തി അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചിട്ടാണ് എഴുന്നേറ്റിരുന്നത് സുജൂദിന്. അതൊന്നും ഇല്ലാണ്ട് എനിക്കിപ്പോ നോർമലി എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. എന്തായാലും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും മനസ്സിനോടൊപ്പം ശരീരം കൂടെ തുടങ്ങി. അൽഹംദുലില്ലാഹ്. സ്തുതിച്ചാ പോരാ, ഇഷ്ടംപോലെ പ്രാവശ്യം സ്തുതിക്കണം. കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ബി ഗ്രേറ്റ്ഫുൾ ഒരു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുറെ 114 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ 14th ചാപ്റ്ററാണ് ഇബ്രാഹിം എന്ന് പറയുന്നത്. അതിനകത്തൊരു അതിനകത്ത് നല്ല ഇഷ്ടംപോലെ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് പറയാം, നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അതിലൊരു ഇത് പറയുന്നത് എന്താ പറയുന്നത്, അതിന്റെ മീനിങ് പറയാതെ ഗ്രേറ്റ്ഫുൾ ടു മീ ഐ വിൽ ഇൻക്രീസ് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗ്രേറ്റ്ഫുൾ ആവാന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിനോട് ഗ്രേറ്റ്ഫുൾ ആവുന്നത് പോലെ തന്നെയാണ് മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തരുമ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുന്നത്. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബാക്കി സൃഷ്ടാക്കളോട് നമ്മൾ അനീതി കാണിച്ചുകൊണ്ട് ദൈവത്തോട് മാത്രം ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാര്യം, എല്ലാവരോടും അവർ ചെയ്യുന്ന എന്തിനാണെങ്കിലും ഒരു സ്മൈൽ വരെ നമുക്കത് ആണ്. അതുവരെ നമ്മൾ തന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. വാസ്തവത്തിൽ വേദപുസ്തകം പഠിക്കുക മാത്രമൊന്നുമല്ല ചെയ്യുന്നത്, അത് ജീവിതത്തിൽ അങ്ങോട്ട് ലയിപ്പിക്കുകയാണ്. നമ്മൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും ഭയങ്കര ഇതാണ് നമുക്ക്. അതുപോലെ വേറെ ഒരു സൂറത്തുണ്ട്, റഹ്മാൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. അതില് പറയുന്നത്, അതില് ഒരു വേഴ്സ് മാത്രം 31 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേഴ്സ് അതിൽ പറയുന്നത് തബി അയ്യാലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ.
വിച്ച് ഓഫ് ദ ഫേവേഴ്സ് യു ആർ ഡിനൈങ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഫേവേഴ്സിന് പറഞ്ഞിട്ടാണ് സൂര്യന്, ചന്ദ്രന് തുടങ്ങി എല്ലാ സൃഷ്ടികളും നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഇതിനും, മഴ തുടങ്ങി, വെള്ളം തുടങ്ങി, ഒരു വിത്ത് മുളയ്ക്കുന്നത് തുടങ്ങി, അത്രയും വരെ ചോദിച്ചിട്ടാണ് പറയുന്നത് വിച്ച് ഓഫ് ദ ഫേവേഴ്സ് യു ആർ ഡിനൈങ്. പിന്നെ എന്താണ് നമ്മളെ പരലോകം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്, ഞാൻ കോടാനുകോടി സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യരിൽ തന്നെ. അവര് പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്, പല ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, പല സ്ഥലത്ത് ജീവിക്കുന്നു. പക്ഷെ ഒരാളുടെ ഫിംഗർ പ്രിന്റ് മറ്റൊരാളില് ഉണ്ടാവുന്നില്ല. അത്രയ്ക്കും ആപ്റ്റായിട്ട് സൃഷ്ടിക്കുന്ന ഒരാൾക്ക് മരിച്ച മണ്ണായി എല്ലാം നിർമ്മിച്ചാലും പുനഃസൃഷ്ടിക്കാൻ കഴിയൂല എന്നാണോ നിങ്ങൾ കരുതുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത്രയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായില്ല, എന്നിട്ടും മനുഷ്യന്മാര് നോക്കൂല, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ മരിച്ചവർക്ക് ഓതി കൊടുക്കും. എന്ത് കാര്യമുണ്ട്? സ്വയം മനസ്സിലാക്കാതെ എന്തായാലും പഠിച്ചതെല്ലാം ലൈഫിലേക്ക് അപ്പാടെ ചേർത്ത് വെക്കുന്ന ടീച്ചർക്ക് എന്തായാലും ഒരു അതില്ലെങ്കിൽ പിന്നെ കാര്യമില്ല, പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അതെ അതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് പറയുന്നത് നമ്മളോട്, അല്ലാണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതാരോ പ്രോംപ്റ്റായിട്ട് ചെയ്യുന്നത്, അതാളെ കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കും. ഈ കൊയ് കൊടുക്കുന്ന മറ്റൊക്കെ ശരി. അപ്പൊ പിന്നെ അതിന് കാര്യമില്ല. അനാഥ മക്കളെ വിളിച്ച് പറയുന്നത് ഒരു അനാഥയുടെ മുൻപിൽ സ്വന്തം മകനെ കാണിക്കരുതെന്നാണ് പറഞ്ഞത്. മനസ്സിലാ, ആ കുട്ടിയെ ഫീൽ ചെയ്യിക്കരുത്, അതാണ് നമ്മുടെ മതം. പക്ഷെ ചെയ്യുന്നത് അതാണോ? ഒരു അനാഥ കുട്ടിക്ക് 2 ബുക്ക് കൊടുത്തിട്ട് അത് എല്ലാ പത്രങ്ങളിലും എല്ലാ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും മൊത്തം അവര് ചെയ്യുന്നത്, അവര് സൃഷ്ടാവും കൂടെ ആയിക്കോളും. പക്ഷെ എന്നാലും നമുക്കത് കാണുമ്പോ ആ കുട്ടിക്ക് എത്ര ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്തായാലും ടീച്ചറിന്റെ 21 ദിവസത്തെ ജീവനത്തിലെ വാസത്തെ മൊത്തത്തിൽ എങ്ങനെയാന്ന് പറയും? മൊത്തത്തിൽ ഒരു കുടുംബം. ഓക്കെ, അതിനപ്പുറം ഇല്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പരസ്പരം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ഇന്ന് എങ്ങനെയുണ്ട്, എങ്ങനെയാണ്. ഡോക്ടർമാര് മാത്രമല്ലല്ലോ, എല്ലാവരും നമ്മളോട് ചോദിക്കുകയാണ്, ഇന്ന് എങ്ങനെയുണ്ട്, സുഖമുണ്ടോ, ഇന്നലെ ഇതായിരുന്നല്ലോ, ഇന്നിപ്പോ എങ്ങനെയുണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോ കുഴപ്പമില്ലല്ലോ, ഇത് ചോദിക്കുന്നത്. അതും ചിരിച്ച മുഖത്തോടെ നമ്മുടെ കൂടപ്പിറപ്പങ്ങൾ ചോദിക്കുന്ന പോലെയാണ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ കഴിക്കാൻ വരുമ്പോഴത്തേക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതൊരു ഹോസ്പിറ്റലിൽ കിട്ടൂല. ഹോസ്പിറ്റലിൽ AC ഉണ്ടാവാം, അല്ല ബാക്കി എല്ലാ ഫെസിലിറ്റീസും സ്വിച്ച് ഇട്ടാൽ കിട്ടുന്നതും അവിടെ ഉണ്ടാവാതിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ സെക്ലൂഡഡ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു കുടുംബമായിട്ടാണ് എല്ലാവരും കൂടി നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് മാറുന്നതിന്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കത്തിന് ആ ഫസ്റ്റ് ഡേ മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ട്, സ്ഥലം മാറിയതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ. അപ്പൊ ടീച്ചർ ഇപ്പൊ ഇവിടെ വന്നതിൽ ഇപ്പൊ കാൽമുട്ട് വേദന മാറണമെന്നുണ്ടായിരുന്നു, അത് നിസ്കരിക്കാനായിട്ട് ഇപ്പൊ പറ്റിയിട്ടുണ്ട്. വെരിക്കോസ് വെയിൻ്റെതായിരുന്നു പിന്നത്തെ വലിയ പ്രശ്നം, അതിന്റെ അവസ്ഥ എന്താ? അത് ഒട്ടും എനിക്കിവിടെ വന്നിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഡോക്ടറുടെ, അമൃത ഡോക്ടറോട് ചോദിച്ചു, ഞാനും വീട്ടിൽ പോയി 1-2 മണിക്കൂറൊക്കെ, 2 മണിക്കൂറൊന്നും ഞാൻ എന്തായാലും നിൽക്കൂല, ഇനി എന്നെ അറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്റെ ആവശ്യമില്ല. കൂടുതൽ നമ്മൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ 1.5 മണിക്കൂർ യോഗ തന്നെ നിന്നോട് ചെയ്യല്ലേ. പിന്നെ അതുപോലെ അപ്പൊ ഇത് ഇടണോ, സ്റ്റോക്കിങ്സ് കയറ്റി ഇടേണ്ടി വരുമോ, ഞാൻ പണിയെടുക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഉപേക്ഷിക്കാം മുഴുവനായിട്ടും. അതുണ്ട് എന്റെ ഒരു ബാഗ് നിറച്ച സാധനം, ഇതൊക്കെ ദാനം ചെയ്ത് കൊടുത്തു. നീ ഷാപ്പ് തുടങ്ങി, പലതരം സ്റ്റോക്കിങ്സ് തുടങ്ങി, പിന്നെ കുറെ ഫാക്സ് തുടങ്ങി. എന്തായാലും ഇപ്പൊ അതിൽ നിന്നൊക്കെ മോക്ഷമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ പ്രാണായാമം ഞാൻ വിചാരിച്ചില്ല എന്റെ ലങ്സിന് ഇതുപോലെ ശ്വസിക്കാനുള്ള കഴിവുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ വെറുതെ മൂക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചതല്ലാണ്ട് ഞാൻ അറിഞ്ഞിട്ട്, നമ്മള് ശ്വസിക്കുന്നത് അറിയണമെന്നില്ല, കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം തന്നതിനെ താങ്ക്ഫുൾ ആവാണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് പോകുന്നുണ്ട്. നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ എടുത്ത് വരാണ്ടാകുമ്പോഴേ ബാക്കിയുള്ളവരെ അറിയുള്ളൂ, കഴിഞ്ഞു. നമ്മളറിയാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടായിരുന്നു. അതിന് ഇത്രത്തോളം അതും ഒരു പവർഫുൾ സംഭവമാണ്. നമ്മൾ മനസ്സിലായി ആ പ്രാണായാമം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? അത് അവിടെയും നമുക്ക് ഇപ്പൊ രാത്രി ചിലപ്പോ ഇങ്ങനെ ഉറക്കാൻ വന്നില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് കാമായിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് മണ്ണിലെത്തി. അതുപോലെ യോഗയും എനിക്ക്, ഞാനെന്തോ വലിയ മഹാസംഭവമാണ് അറ്റ് ദിസ് ഏജ് ഓഫ് 70 ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല, നമുക്കിതൊന്നും ആവൂല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഗ്രാജുവലി എന്താണ് ചെയ്താവും, ശരീരം അതിനും വഴങ്ങുന്നുള്ളത് മനസ്സിലായി, ഫ്ലെക്സിബിൾ ആവുമെന്ന് മനസ്സിലായി. ഓരോ ജോയിന്റ്സും ഫ്ലെക്സിബിൾ ആക്കാൻ, ഓരോ ജോയിന്റ്സിന് വേണ്ട ഓക്സിജൻ കിട്ടാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുത്താൽ. എന്തായാലും എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ലക്ഷ്യം വെക്കുന്നത്, അതിലേക്ക് ഈ പറഞ്ഞ പ്രകൃതിയുടെ പാതയിൽ കൂടെ പോകുമ്പോൾ അത് എത്തും എന്നുള്ളത് തീരുമാനമായി. അതാണ് ഞാൻ പറഞ്ഞത്, ചിലരോട് ഞാൻ പറയണ്ടേ, നമുക്കൊരു ഇന്റൻഷനോടുകൂടി വരാം, ആപ്റ്റായിട്ടുള്ള ഒരു ഇന്റൻഷനോടുകൂടി വരും, അതിലേക്ക് എത്താൻ ഇവിടെ തീർച്ചയായിട്ടും പറ്റും.
ഉള്ളിൽ ആ ഒരു ആ, ലക്ഷ്യം അതന്നെ. മാത്രമല്ല ഇപ്പൊ ഇവിടെ വരുമ്പോഴേ ഫാസ്റ്റിംഗ് എനിക്ക് പറ്റുമോ എന്നുള്ള സംശയത്തിൽ വരണം. ആ നമുക്ക് പറ്റണത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ധൈര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പറ്റും. വെരി ഗുഡ്. അപ്പൊ ടീച്ചർ ഇപ്പോ വേദനകളില്ലാതെ നല്ല ദഹനമൊക്കെയായി, തലകറക്കങ്ങളില്ലാതെ, തലവേദനയില്ലാതെ സമാധാനമായിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഭാരമെല്ലാം പോയി. മനസ്സിലെ ഭാരം അതിനേക്കാളും കൂടുതൽ. ഇനി എങ്ങനെയാണ് ലൈഫിനെ ഇനി എങ്ങനെയാ ടീച്ചർ അതും കൂടി ഒന്ന് പറഞ്ഞോ? അത് പറഞ്ഞാലാണ് ടീച്ചർ മുന്നോട്ട് പോയിട്ട് അത് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു സ്കെഡ്യൂളിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതെ അതെ 100% പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 60എങ്കിലും പാലിച്ചാൽ മതി. പോലും നമുക്ക് മുന്നോട്ട് ഇതുപോലെ ആരോഗ്യത്തോടെ പോകാൻ പറ്റും. 20 ചെയ്താൽ പോലും ഈ ആരോഗ്യം നിലനിർത്താൻ പറ്റും. അതെ, അവിടെ നമ്മൾ ആ ഫുഡ് കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എന്തായാലും അവനവന്റെ ബോഡി ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. അതിനൊരു ആപ്റ്റ് ടൈം കണ്ടെത്തി. ഇപ്പൊ രാവിലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാലും അത് അന്ന് ചെയ്തിരിക്കണം എന്നുള്ളൊരു യോഗയും എക്സസൈസും എന്തെങ്കിലും നമ്മുടെ ഇതിൽ റുട്ടീനായിട്ട് ഒരു മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. വെരി ഗുഡ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവിടെ സെൽഫ് മസാജ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കളിയാന്ന് തോന്നും. പക്ഷെ കളിയല്ല, കാര്യമാണ്. ഇപ്പൊ അവിടെ ഞെക്കുമ്പോഴാണ് നമുക്കറിയാം അവിടെ അങ്ങനെ ഒരു ജോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവിടെ എപ്പോഴും ഞെക്കി നോക്കുമ്പോഴാണ് അറിയുന്നുള്ളൂ. അതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ തമ്പുരാൻ തന്നതിനെ കൊണ്ട് നടക്കും. അഹങ്കരിച്ച് നമ്മളെ എല്ലാം എന്റെ മാത്രം കഴിവാണെന്നുള്ള. പക്ഷെ ഇപ്പൊ എല്ലാം മനസ്സിലായി. അപ്പൊ ഭക്ഷണമായി, വ്യായാമമായി, പിന്നെ ടീച്ചർ ഫാസ്റ്റിംഗ് എങ്ങനെയായിരിക്കും? ഫാസ്റ്റിംഗ് ഇപ്പൊ എന്തായാലും ഇപ്പൊ നോമ്പ് തുടങ്ങി, 18 നോമ്പ് തുടങ്ങും. അതുകൂടാതെ ടീച്ചർ ആഴ്ചയിൽ ഇത് ഇവിടുത്തെ ഏകദേശം ആ രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓൾമോസ്റ്റ് ഞങ്ങൾ അങ്ങനെയാണ് ചാർട്ട് ടീച്ചർക്ക് തരാം, നോമ്പ് കാലത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഓൾമോസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഓവർ ഈറ്റിംഗ് ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശം നമ്മളെ വയറ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി. അതുകൊണ്ട് ഈ ഏജിലും അങ്ങനെ നോമ്പ് കുഴപ്പമില്ലാണ്ട് പോകും. ശരി. പക്ഷെ നോമ്പ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, തുറന്ന വശം, നോമ്പ് തുറന്ന വശം അങ്ങ് വയറും തുറക്കാതിരിക്കും. ടീച്ചർ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഖുറാനിലുണ്ട് തീന്മേശ ഭക്ഷണം കൊണ്ട് അലങ്കരിക്കരുത്. ഹദീസ് എന്ന് പറയും. ഖുറാൻ എന്ന് പറയുന്നത് ദൈവവചനങ്ങളാണ്, മറ്റത് നബി വചനങ്ങളാണ്. നബി ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറഞ്ഞു. ഹദീസിലുള്ളതാണ്. ഈ വാക്കുകളിൽ പരമാവധി അങ്ങോട്ട് ഊന്നി നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ടീച്ചർ. അതുകൊണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അതൊന്നും അറിയാണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ചെല്ലുമ്പോ ചോദിക്കുമല്ലോ വയസ്സാന്ന് വിട്ടതല്ലേ. അപ്പൊ ഭക്ഷണം, വ്യായാമം, വിശ്രമം, ഇത് മൂന്നുമായി. ഇനി നാലാമത്തത് മാനസികമായിട്ടുള്ള ശാക്തീകരണമായിരുന്നു. അതിന് എന്താണ് അതിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസത്തിൽ കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. വെരി ഗുഡ്. നമ്മളെ ശരീരത്തിനെ നോക്കുന്ന പോലെ തന്നെ നമുക്ക് മനസ്സിനെയും നോക്കണം. അതിന് സന്തോഷം തോന്നുന്നത് എന്താണോ ആ കാര്യത്തില് ഇന്ന് തോന്നുന്ന സന്തോഷത്തിന് വേറെ കാര്യമായിരിക്കാം, നാളെ വേറൊരു കാര്യത്തിനായിരിക്കാം. എന്നാലും മാറി മാറി ആയാൽ പോലും കുറച്ച് സമയം നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തണം. അവനവന്റെ അഭിരുചി എന്തിലാണോ അതിൽ കണ്ടെത്താം, അതിൽ ചെയ്യാം. പുതിയ കുറച്ചു നേരം ഇൻവോൾവ് ആകും. അതെ. അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടി ടീച്ചർ കുറച്ച് ടൈം മാറ്റി വെക്കും. കാരണം അത് ബുദ്ധിക്കുള്ള വലിയൊരു എക്സസൈസ് ആണ്. ആ എക്സസൈസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നുള്ളൂ. ഇനി കിടക്കുന്ന ഹോംവർക്ക് കിടക്കുന്ന 21 ദിവസം കൊണ്ട് പഠിച്ചതൊക്കെ ഇനി തുറന്നു ജസ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കുറച്ചും കൂടെ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതും ഇനി ഇങ്ങനെ ചിന്തിക്കണം. അതെ, നമ്മുടെ ലൈഫിലേക്ക് ഇത് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുന്നത്. വെരി ഗുഡ്. ഇപ്പൊ ഇൻഷാല്ല പോയി ഞാനിപ്പോ ചെല്ലുമ്പോഴെന്തെങ്കിലും എനിക്ക് മാറ്റം കണ്ടിട്ടായിരിക്കുമല്ലോ എന്തെങ്കിലും ചോദിക്കാൻ ഇവിടെ ഇരുന്ന് ഇത്രയും അങ്ങനെയൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയും ഞാൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഇരിക്കാനായിട്ട് ടീച്ചർക്കാവട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പ്രാർത്ഥനയുണ്ട്. എനിക്ക് വലിയൊരു ബിൽഡിങ്ങും വലിയൊരു നടുമുറ്റവും അതെ അവിടെ യോഗയ്ക്ക് വലിയൊരു സ്പേസും ഒക്കെ ആയിട്ടാണ് എന്റെ മനസ്സിൽ ഇപ്പോഴൊരു ഇതിലേക്ക് ദൈവത്തിച്ചേരട്ടെ. വരട്ടെ ആവട്ടെ. സന്തോഷമായിരിക്കും ഉൾപ്പെടുത്തുക. ഈക്വലി തീർച്ചയായിട്ടും. താങ്ക് യു.